വെള്ളം എടുക്കണം. ഇനിയിപ്പോൾ ആ കുഴിയിലിട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് ഇറങ്ങണം. നല്ല നോക്കട്ടെ, കുഴിയാണ്, താഴെ കുഴിയാണ് പോലെ. ഒരു 3 മണി വരെ ഉറങ്ങാണ്ട് ഹാമത്തിൽ ചാരി ഇങ്ങനെ ഇരുന്നത്. എനിക്ക് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും കാണണല്ലോ. നോക്കിപ്പോട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ വന്ന സ്ഥലം ഏതാണെന്നറിയോ? സുമതി വളവ് എന്ന് പറഞ്ഞ് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്ററേയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു എല്ലാവരും. ക്യാമ്പിംഗ് മാസ്റ്റർ. അപ്പോൾ ക്യാമ്പിംഗ് മാസ്റ്ററേയും കൂട്ടി വന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ടെൻ്റ് അടിക്കേണ്ടതാണ് മാസ്റ്ററുടെ അഭിപ്രായം. എന്ത് മാസ്റ്റർ? അല്ല, നമുക്ക് ടെൻ്റ് അടിക്കണോ ഹാമക്ക് ചെയ്യണോ? നമുക്ക് ഹാമക്ക് ഇവിടെ എങ്ങനെ ടെൻ്റ് അടിക്കാനാ? ഹാമക്കിൽ അങ്ങനെ കിടക്കും. അടിക്കാനുള്ള പരിപാടി ഒന്നും നടക്കില്ല. ഹാമക്കില് ഞാനില്ലേ, കുഴപ്പമില്ല അല്ലേ? ആ അടുത്തടുത്ത് കിടക്കാം. നമുക്ക് ഇരുട്ടാണ് മുമ്പ് ഒന്ന് സെറ്റാക്കിയാലോ? ഇതൊക്കെ ഭയങ്കര വൻ വിജനമായ സ്ഥലമാണല്ലോ അല്ലേ? അതാണ് അല്ലേ? നോക്കാം. നിങ്ങൾ താഴെ ഇറങ്ങി നോക്കാം അല്ലേ? ഫുള്ള് താഴോട്ട് ഇറങ്ങാൻ പറ്റുമോ? അല്ലേ, ഇവിടെ ഇറങ്ങും. അവിടെ ഇറങ്ങിയിട്ട് ആ വേരിന്റെ നല്ല കെട്ടാൻ പറ്റും നോക്കാം. നോക്കി പോണേ. നിറയെ വവ്വാലുണ്ടല്ലോ ഇവിടെ. വവ്വാലൊക്കെ കുറച്ച് കഴിയുമ്പോൾ കാണാം എന്താ സ്ഥിതി. വേരും കേട്ടല്ലേ? ഊഞ്ഞാലാണല്ലേ? ഊഞ്ഞാലടിക്കോ? കുറച്ച് കഴിയുമ്പോൾ സുമതിയും വരും. എടാ, വവ്വാല് പറക്കുന്നു തലേന്റെ മേളിൽ കൂടെ. ഒന്നും കുഴപ്പമില്ല. വവ്വാലല്ലേ പാവം. വവ്വാലല്ലേ പാവം. ഓ, താഴെയൊക്കെ ഭയങ്കര ഡേഞ്ചറാണോ? നോക്ക്. ഈ ബാഗ് അങ്ങോട്ട് വെക്കില്ലേ? ഇരുട്ടണതിന് മുമ്പേ നമുക്ക് നമുക്ക് അടിക്കാം. അല്ലെങ്കിലേ ഇരുട്ടായി കഴിഞ്ഞാൽ നടക്കൂല. എന്നാ ഇതോടെ പിടി, അതവിടെ വെച്ചോ. നോക്കിയിറങ്ങട്ടോ, അവിടെ കുഴിയാണേ. ഓ, വന്നടാ. കമ്പ കമ്പ അതവിടെ വെച്ചോ. ഈ ലൈറ്റ് എടുക്കട്ടെ. എവിടെ കെട്ടുക? ഞാൻ ഒന്ന് ഇവിടെയും ഒന്ന് ഈ വേരിന്റെ മേലെയും കിട്ടിയല്ലോ. സേഫ് ആണോടാ? സേഫ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലേ സേഫ് അല്ല. അതാ ഞാൻ പറഞ്ഞത്. കുറച്ചൊരു നല്ല സ്ഥലം നോക്കിയിട്ട് കേട്ടാ. ഈ മരത്തിന്റെ മേലെ കേട്ടല്ല, ഇവിടെ ഈ മരത്തിലും ഈ വേരിലും. എന്റെ കുറച്ച് ലെങ്ത് കൂടുതലായോണ്ട് അത് എവിടെയെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ട്. ഞാനും ഇവിടെ തന്നെ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ നിൽക്കും. ഒന്നിച്ച് കെട്ടിയാ മതി.
ലൈറ്റ് ഇവിടെ ഹാങ് ചെയ്ത് വെച്ചില്ല. ആ കുഴപ്പമില്ലല്ലോ അല്ലേ? നമുക്ക് ഇതിൽ കെട്ടടാ. വേണ്ട. എവിടെ കെട്ടണേ? അല്ല നീ ഇത് കെട്ടിക്ക് എടുത്തോ. നമുക്ക് ഇവിടെ ഇത് പോകൂടാ. നല്ല സ്ട്രോങ് ആണ്. രണ്ടാള് കെട്ടുമ്പോ അതൊന്നും ഉണ്ടാവില്ല. ഇല്ലല്ലേ? ഒന്നും വരണ്ടല്ലോ. എടാ ഒരു വിളക്കും കൂടി ഉണ്ട്, അതുകൂടി വെക്കാല്ലേ? ഓക്കെ. എല്ലാ വിളക്കും വെച്ചോ. ഇവിടെ നല്ല ഇരുടാണ്, ഒന്നും കാണുന്നില്ല. അതായിരുന്നു ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ വലിയ ലൈറ്റ് എടുത്തതുമില്ല. ഞാനും എടുത്തില്ല, ഞാൻ ചെറിയ ലൈറ്റ്. ഞാൻ ഹാമക്കിന്റെ സെറ്റപ്പ് ആക്കട്ടെ. നീ കെട്ടിട്ട് ഞാൻ കെട്ടാല്ലേ? ഞാൻ ഒന്ന് കെട്ടി നോക്കട്ടെ. ഞാൻ മറ്റേ ലൈറ്റ് കൂടി എടുക്കട്ടെ. ഇതുപോലെ മതില്ലേ? നോക്ക്, സേഫ് ആണോ നോക്ക്. താഴെ കുഴിയാണേ, താഴെ വലിയ കുഴിയാ. താഴെ കുഴിയാട്ടോ. അതെ, ഇത് ഒന്ന് കിടന്നോക്കാം. സേഫ് ആണ് നോക്കിട്ടേ നോക്ക്. പിന്നെ ഒന്നുകൂടി ടൈറ്റാക്കാം. ഈ ലൈറ്റ് എവിടെയാണ് തൂക്കുക? ഇതിൽ തൂക്കട്ടെ. കുഴിയാണേ? ഇല്ല, സേഫ് അല്ലേ? 100% സേഫ് ആയി. കിടക്കല്ലേ? ആ വേരും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് റോക്ക് ചെയ്യുന്നുണ്ട്. ഊഞ്ഞാലായി സെറ്റല്ലേ? സെറ്റാ. അപ്പൊ ഇനി ഞാനെവിടെ കെട്ടുക? നിങ്ങള് ഇതേ പാരലൽ ലൈറ്റ് തന്നെ കെട്ടിക്കോ. അങ്ങനെ അവിടെ വരണ്ട. ഇല്ല, ആ കുറ്റിയിൽ കെട്ടാൻ പറ്റുമോ? എവിടെ? അതില്. അല്ല, ആ കുറ്റി പറ്റില്ല. ഇത് വളരെ ചെറുതല്ലേ. ലൈറ്റ് സൂപ്പറാട്ടാ. ഈ ഹാങ് ചെയ്യുന്ന ലൈറ്റ് ലൈറ്റ് സൂപ്പറാണ്, പക്ഷെ എനിക്ക് അത്ര ഒരു തൃപ്തിയല്ല ഇവിടെ ഒന്നും. നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ. പേടിക്കണ്ട, പേടി വന്നാ പിന്നെ എന്താ ചെയ്യാ? ഇത് അത്ര സുഖമുള്ള ഏരിയ അല്ലേ? യക്ഷി ഉണ്ടെങ്കിൽ ഞാൻ ഡ്രാക്കുളയാണ്. ഇതൊക്കെ സുമതി ചേച്ചി കണ്ടോണ്ട് നിൽക്കുമായിരിക്കും. ചേച്ചി ഒന്നും വിചാരിക്കരുത്. അയ്യോ, ഞങ്ങള് വീഡിയോ എടുക്കാൻ വന്നതാണേ. വീഡിയോ എടുത്തിട്ടൊക്കെ പോയിക്കോളേ. ഒരു ഭക്ഷണം എന്തെങ്കിലും പാകം ചെയ്തിട്ട് ഞങ്ങൾ പോയിക്കോളാം. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ പറ്റിയിട്ട് ഒന്നും പറയുന്നുമില്ല. ഓക്കെ? അതെ, ഓക്കെ സുമതി ചേച്ചി. നീ അങ്ങനെ ചീവീടിന്റെ അങ്ങനെ പറയല്ലേ, എനിക്ക് പേടിയാണ്. ചീവീടിന്റെ ശബ്ദം റിപ്ലൈ വരുന്നുണ്ട് കേട്ടാ. അതല്ലേ? ആടാ സൗണ്ട് കൂടി. അതാ പറഞ്ഞേ, ചീവീടിന്റെ സൗണ്ട് കൂടി. അതെ, ഞങ്ങളിപ്പോ പറഞ്ഞതിന് ശേഷം അതാ റിപ്ലൈ വരുന്നുണ്ടാ. തവള. ഓക്കെ, അത് പ്രശ്നമില്ല, നിങ്ങൾ കെട്ടിക്കോ. എടാ ടെൻഷൻ അടിക്കണ്ട. റിയലി? ടെൻഷൻ അടിക്കണ്ട എന്റെ മോനെ. ഞാൻ അത് കെട്ടട്ടെ. കെട്ടിക്കോ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു. വേണ്ട, ഞാനിത് എത്ര നേരം കൊണ്ട് കിട്ടുകയെന്നറിയാം. ഈ സാധനേ എവിടെ ഇങ്ങോട്ട് സൂട്ടാവണില്ലേ? 3 ആംഗിൾ ആയതുകൊണ്ടേ. ആ കരയുന്ന കൂമനല്ലേ? അതെ, മൂങ്ങയാ. അത് മറ്റേ ഇത് നത്താണത്. കൂന്ന് പുള്ളി നത്ത്. അതെ, അതല്ല ഇപ്പൊ കേട്ടില്ലേ? ഇവിടെ പോരെ? ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. പോവോ? താട്ട് പോവോ? അല്ലോ, മൂർച്ചകളൊന്നും പോക്കറ്റിലൊന്നുമില്ല, താഴോട്ട് പോവാ. അതന്നെ മൂർച്ചയെല്ലാം ബലൂണ് പൊട്ടുന്ന പോലെ. വള്ളി പൊട്ടൂലല്ലോ? ഇല്ല, വള്ളി പൊട്ടും. ഞാൻ കാണിച്ചരാ, അതിനൊരു പരിപാടി ഉണ്ട്. പോയ താഴോട്ടൊരു പോക്ക് പോയി. അതാണ്. വള്ളി വേരിങ്ങോട്ട് വരുന്നുണ്ടാ? അല്ല, ഈ വേരില്ലേ, ഈ വള്ളിയിൽ സപ്പോർട്ട് കൊടുക്കാം. ഈ വള്ളിയിൽ നല്ല നോക്കട്ടെ. കുഴിയാണ്, താഴെ കുഴിയാണ് മോനെ. കനില്ലാതെ നല്ല ഒറ്റ. എന്റെ അമ്മോ, എന്താ പൊട്ടുന്ന ഒച്ചയൊക്കെ കേൾക്കണേ? കുഴപ്പമില്ലല്ലേ? ഇല്ലല്ല, സെറ്റപ്പാ. സെന്ററില് അവിടെ ഇരിക്കണ്ട. അവിടെ അങ്ങോട്ട് കുഴി കറക്റ്റ് ഇരിക്കും. ആണോ? എങ്ങനെയുണ്ട്? അതടിപൊളി, കുഴപ്പമില്ല. ഇതൊരു ബെഡ് പോലെ ഉണ്ടല്ലേ? ഉണ്ട്, പക്ഷെ അത് സീനില്ലല്ലോ. സീനൊന്നുമില്ല. സംഭവം പൊട്ടിക്കഴിഞ്ഞാ അതാ പൊട്ടിയതായിട്ട് പോയി. കൊക്കയിലേക്കാ, വലിയ കുഴിയുടെ. അതെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഊഞ്ഞാലും ഹാമക്കൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് വെക്കണം.
ഫുഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റായിട്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ വെയിറ്റ് കൂടുതൽ കൊണ്ടുവരണ്ടല്ലോ. താഴത്തൊക്കെ വലിയൊരു കുഴിയാണ് കണ്ടോ. ഇത് രാവിലെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ വെയിറ്റ് കൂടുതൽ കൊണ്ടുവരണ്ടല്ലോ എന്ന് വെച്ചാൽ കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. വെള്ളമൊക്കെ 2 ലിറ്ററേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ വെള്ളം നമുക്ക് ഇതിൻ്റെ അടിയിൽ തന്നെ ഇഷ്ടംപോലെ ഒഴുകുന്നുണ്ട്. ഒരു കുഴിയോട് കുഴിയാണ് താഴോട്ട്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വെള്ളം പറ്റുകയാണെങ്കിൽ എടുക്കാം. നല്ല വെള്ളം, തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ്. അത് പറ്റുകയാണെങ്കിൽ എടുക്കാം. നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. ഇത് ബാഗ് അങ്ങോട്ട് എടുക്കണോ? ഇതിൽ ഈ പാറന്ന് വെക്കാൻ പറ്റില്ലേ? അവിടെ വെക്കണം. ഈ പറയുന്നത് കുക്ക് ചെയ്യാം. ഓക്കെ. നിങ്ങൾ തുടങ്ങിയോ? കുക്കിംഗ് തുടങ്ങിയോ? ഞാൻ മഷ്റൂം ഒന്ന് കഴുകിയിട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. ഓക്കെ. ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്യട്ടെ? വെള്ളം എടുക്കണം. ഇനിയിപ്പോൾ ആ കുഴിയിലിട്ട് ഇറങ്ങണം. ഇങ്ങോട്ട് ഇറങ്ങണം. ആകെ 2 ലിറ്റർ വെള്ളമല്ലേ ഉള്ളൂ? അതെ. എനിക്ക് കുടിക്കാൻ വേറെ വെള്ളമല്ല കേട്ടാ. താഴെ കിടക്കുന്ന ഇഷ്ടം പോലെ നോക്കാല്ലേ? ശുദ്ധമായ വെള്ളം. ഞാനത് നോക്കട്ടെ വെള്ളം. പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങണോ? അതെ, ഇവിടെ ഇതിലിറങ്ങണം. അവിടെ വലിയ കുഴിയാണ്. ഇവിടെ നോക്കട്ടെ. അടിയിൽ. അതെ, നോക്കട്ടെ. ഇതിന്റെ ഉള്ളിലേക്ക് പോണടാ. ആ ബോട്ടിലുണ്ടാ? ഇതിൽ വെള്ളം നല്ല വെള്ളം. എന്റെ മോനെ ഇവിടെ കുഴിയടാ. എന്റെ മോനെ ഇവിടെ വലിയ കുഴിയടാ. നല്ല വെള്ളാട്ടോ. ഇങ്ങോട്ട് കേറി പോകാനാണ് പാട്. നോക്കട്ടെ. നല്ല അടിപൊളി വെള്ളം വരുന്നുണ്ട്. വന്നേ. ഇവിടെയൊക്കെ ശരിക്കേ ഈ മറ്റേ അണലിയോ ആ സാധനം ഉണ്ടാവും അല്ലേ? പെരുമ്പാമ്പാ? സൂപ്പർ വെള്ളമാണ് കേട്ടോ. വെള്ളം. താങ്ക് യു. എന്നാ ഗ്ലാസ്. ഇങ്ങോട്ട് വീഴല്ല കേട്ടോ. പിന്നെ താഴോട്ട് വലിയൊരു കുഴിയടാ. സ്ലിപ്പാവല്ല, എനിക്ക് ഷൂ ഒക്കെ വെള്ളത്തിലായി. ഞാൻ ഇതിന് മേളിൽ സെറ്റ് ആക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങി സെറ്റാക്കാൻ പോവാ. പുള്ളി അവിടെ മഷ്റൂം എന്തായി? 5 മുട്ട ഉണ്ട് പോരെ? അപ്പൊ എന്തായാലും ഇത് പുഴുങ്ങിയെടുക്കാം അല്ലേ? ആ വെള്ളത്തിന് ബോട്ടിൽ ഇങ്ങോട്ട് ഇടാൻ പറ്റുമോ? ഓക്കെ. വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ താഴെ. നല്ല വെള്ളം ഉണ്ട്. എന്തായി? മുട്ട അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തായി? മഷ്റൂമിനൊന്ന് എന്താണ്? മഷ്റൂം റോസ്റ്റാ? ആദ്യം വേവിച്ചു അല്ലേ?
അതിനകത്ത് ഉപ്പിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് മുളകും മല്ലിയും മഞ്ഞളും ഇടണം. എന്നിട്ട് നമ്മുടെ മുട്ട സവാള വേറെ റോസ്റ്റ് ചെയ്യാം. അതെ, ഇത് മിക്സ് ചെയ്യാം. എന്താ ആ സൗണ്ട് എന്താ? അതെ, വവ്വാലാണ്. വവ്വാലോ? മരത്തിന്റെ മേലെ കുറെ നേരമായി സൗണ്ട് വരുന്നു. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും വവ്വാല്? വവ്വാല് മാത്രല്ല, മരപ്പട്ടി. മരപ്പട്ടി ശരിക്കും ഒരു പെണ്ണ് ചിരിക്കുന്ന പോലത്തെ ശബ്ദം. അല്ലാ, ശരിക്കും പേടിയാവും. പെണ്ണ് ചിരിക്കണ പോലെ? ശരിക്കും ഒരു പെണ്ണ് ചിരിക്കൂലേ അതേപോലെ. അതെ, കേട്ടില്ല? മരപ്പട്ടിയോ? മരപ്പട്ടി. മരപ്പട്ടിന്റെ ചെറിയ കുട്ടി ഉണ്ടാവും. അത് ഇങ്ങനെ ആരും നീ എടാ, നിന്റെ ചെറിയ ബാഗ് ഈ ഹാമക്കിൽ വെക്കട്ടെ? ഇതിൽ വെക്കട്ടെ? ഇതിനകത്തൊരു പോക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതെ, ഞാൻ ഈ ബാഗ് ഈ മരത്തുമ്മൽ എങ്ങനെ കൊളുത്തിയിടാല്ലേ? ഇവിടെ എവിടെയെങ്കിലും വെക്കാത്. എനിക്ക് ആ സൗണ്ട് ഭയങ്കര പേടിയാട്ടാ. വവ്വാലിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായി? മുട്ട ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ആയോ? ഞാൻ എന്റെ മഷ്റൂം റെഡിയാണ്. ഓക്കെ, അപ്പൊ എന്നാ കഴിച്ചാലോ? കഴിക്കാം. നല്ല വിശപ്പുണ്ട്, കുറെ നടന്നു വന്നുണ്ട്. നല്ല വിശപ്പ്. തണുപ്പ് വരുന്നുണ്ടല്ലേ? തണുപ്പ് ചെറുങ്ങനല്ല, അത്യാവശ്യം തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. മറ്റേ ഒച്ച ഇപ്പം ഒറ്റന്ന് വന്നപ്പോ ഞാനും ഒന്ന് ഞെട്ടി പേടിച്ചു. ഈ മരം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഫീല് വരുന്നുണ്ടല്ലേ ഈ മരത്തിന്. ഇത് എന്ത് മര? പാലമര? പാലയാണോ എന്തൊരു മരാണോ? എന്തായാലും നമുക്ക് കഴിക്കുക, എന്നിട്ട് വേഗം കയറി കിടക്കണം. പേടിയാണല്ലേ? പേടിയല്ല, എനിക്ക് ഇവിടെ ഒരു സേഫ് അല്ലാത്ത പോലെ തോന്നുന്നു. അങ്ങനെ ഒരു ഫീല്. കിടക്കാൻ പെട്ടെന്ന് കഴിച്ചിട്ട് എന്നാ എടുക്ക്. എങ്ങനെ ഇതാ മുട്ട ഓഫല്ലേ? എവിടുന്ന് കഴിക്കാം? ഇവിടുന്ന് കഴിക്കാം മുട്ട. അപ്പൊ എന്തായാലും ഞങ്ങള് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് മഷ്റൂം പുഴുങ്ങിയതാ. മഷ്റൂം റോസ്റ്റും മുട്ട പുഴുങ്ങിയതും അല്ലേ? എന്തായാലും ഞങ്ങള് നല്ലൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നല്ലേ? നമ്മൾ ആളുണ്ടായതുകൊണ്ട് നമുക്ക് സെറ്റാണ്. ഇല്ലില്ല, എനിക്ക് ആ മറ്റേ സാധനം കരഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. അത് ഞാൻ ഞെട്ടി. എന്താ പറഞ്ഞാ ഈ മരത്തിന്റെ മേലെന്ന് പെട്ടെന്ന് മേലെന്ന് കരഞ്ഞപ്പോ ഞാൻ എന്താന്നറിയില്ലല്ലോ, പെട്ടെന്ന് പിന്നെ ഒന്ന് ക്ലിക്കായത് അത് വവ്വാലാണ്. വവ്വാലെന്നെ ആയിരിക്കും. ഒരു ഒച്ചയും കേട്ടില്ല, കടകട്ട. അതെന്നാ എന്തായാലും കഴിക്കാല്ലേ, എന്നിട്ട് വേഗം സൈഡാവല്ലേ? അപ്പൊ എന്തായാലും ഞങ്ങൾ ഇത് കഴിച്ചിട്ട് വേഗം സൈഡാനുള്ള പരിപാടിയാണ് അല്ലേ? എന്നിട്ട് മുട്ട ഒന്ന് പൊടിച്ചിട്ടുണ്ടേ. ഇത് മുട്ട ശരിക്കും വെന്തിട്ടില്ലടോ. അത് കുഴപ്പമില്ല, ഹാഫ് ബോയിൽ ആയില്ല, മതി. മതില്ലേ? ഞാൻ ഈ പാത്രത്തിലെടുത്തേ. സെറ്റ് അല്ലേ? ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിക്കാൻ ഹാഫ് ബോയിൽ. ഞാൻ ഇതിനകത്ത് മഷ്റൂം എടുത്ത് ഇങ്ങനെ മഷ്റൂം എടുത്ത ഫുള്ള് വേണ്ട. ഇതാ ഞാൻ ഇങ്ങനെ കഴിക്കാനടാ. അല്ല, നിങ്ങൾക്ക് ഇതാ ഏട്ടേ ഇത്ര മതിയോ? എങ്ങനെയുണ്ട് മഷ്റൂം? എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് ഇവിടെയുള്ള സ്റ്റോറി? എന്താ സംഭവം? എന്താ? എനിക്ക് ഇതുവരെ എന്താ ഇതിന്റെ സത്യം എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സംഭവം എന്താ അറിയോ? പറയാൻ പാടുണ്ട് ഇപ്പൊ ഇവിടുന്ന്. അതെന്തോ പറഞ്ഞു, ധൈര്യത്തിൽ പറഞ്ഞു. നമ്മൾ നേരത്തെ പെർമിഷൻ ചോദിച്ചില്ല. പെർമിഷൻ ചോദിച്ചു, ഞങ്ങൾ ഉത്തരം തന്നില്ല. കുഴപ്പമില്ലല്ലേ? സംഭവം എന്താ വെച്ചാലേ, ഇതിനപ്പുറത്ത് കൂടെ റോഡ് പോകുന്നുണ്ട്. നമ്മൾ വരുമ്പോ കണ്ടില്ലേ കല്ലിട്ട റോഡ്? ആ റോഡിന്റെ പണ്ട് കാലത്ത് കേട്ടോ, ആ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കോണ്ടാക്ട് ഇവിടെ ഈ അടുത്തുള്ള ഒരു പെണ്ണിനെ, സുമതി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞിട്ട് ഇവര് പ്രണയമായിരുന്നു. കുറെ നാള് പ്രണയിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇയാള് ഭയങ്കര പൈസക്കാരനാണ്. ഇയാളെ വീട് കോഴിക്കോടൻ കണ്ട, ഇയാളെ നാട്.
ഇപ്പൊ അടുത്തുള്ളതാണോ? അല്ല, പണ്ടത്തെ പണ്ടത്തെ ഒരുപാട് വർഷം മുമ്പുള്ള കാര്യമായി പറഞ്ഞത്. ഈ കോൺട്രാക്ടർക്ക് വേറെ ഏതൊരു കല്യാണം ശരിയായി, ഒരു ഭയങ്കര പൈസക്കാരി. അങ്ങനെ ചെറുപ്പക്കാരനായിരുന്നു. ആ, ആയിരിക്കുമല്ലോ. ഓ അങ്ങനെ. അപ്പൊ അങ്ങനെ ഈ കോൺട്രാക്ടർ അപ്പത്തേക്ക് ഈ പെണ്ണ് പ്രഗ്നന്റ് ആവുന്നത് കണ്ട് ചെയ്തു, ഈ സുമതി. അങ്ങനെ ഈ സുമതിയെ പ്രഗ്നന്റ് ആയി, ഇതിനെ കെട്ടാനും പറ്റില്ല, മറ്റേ പെണ്ണിനെ ഇയാൾക്ക് കെട്ടുകയും വേണം. അങ്ങനെ എങ്ങാണ്ട് ഈ പെണ്ണിനെ കൊന്നിട്ട് ഇവിടെ എങ്ങാണ്ട് കൊണ്ടിട്ടു എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൽ ആര് പോയാലും പേടിക്കാതെ പോകൂല. അത്രയും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോഴല്ല കേട്ടാ, പണ്ട്. ഞാനിത് ശരിക്കും പറഞ്ഞാലേ, ഞാനിത് ക്യാമ്പ് ചെയ്ത് പോയില്ലേ, ക്യാമ്പ് ചെയ്തപ്പോൾ ഈ സംഗതി അറിയില്ല. പിറ്റേ ദിവസം ആണ് ഞാൻ ഈ സംഗതി, പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പം എന്നെ ഒരാളല്ല പറഞ്ഞത്, ഒരു 2-3 ആൾക്കാരോട് ഞാൻ ചോദിച്ചു. എനിക്ക് സംശയമായിട്ട്, ഇപ്പം ഇത് അറിയണതിന് മുമ്പേ എനിക്ക് രാത്രി അനുഭവപ്പെട്ടല്ലോ ഈ സംഭവം. ഇത് ടെന്റിന് ചുറ്റും ആൾക്കൂട്ടങ്ങൾ നടക്കണ പോലെയൊക്കെ, ഒരു 5-6 ആൾക്കാരൊക്കെ നടക്കൂലോ. ആ, അല്ല അതന്നെ. എനിക്ക് ഞാൻ മേളില നിന്നത്, ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയൂലേ, അല്ലെങ്കിൽ ഒരു ലൈറ്റെങ്കിലും അടിക്കൂലേ. ഞാൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു, പേടിച്ചു പോയെന്ന്. പട്ടിയോ അങ്ങനെ എന്തെങ്കിലും? പട്ടി മൃഗങ്ങളാണെങ്കിൽ നമുക്ക് അറിയാലോ. പന്നി പോയിട്ടുണ്ട്, പിറ്റേ ദിവസം പന്നി പോയ പാടി ഞാൻ കണ്ടു. പക്ഷെ അല്ല, നിഴലല്ല, കാലിങ്ങനെ ചവിട്ടൂലേ, അങ്ങനത്തെ സൗണ്ട്. നോക്കണേ, നമ്മളിന്ന് ആമക്കിലല്ല എടുക്കുന്നത്, തുറന്നിട്ടല്ല എടുക്കുന്നത്. തുറന്നിട്ട് കിടക്കണം. അപ്പൊ ടെന്റിലായതുകൊണ്ട് അതിനെ എടുത്തിട്ട് വന്നില്ല, ഇതാകുമ്പോ ചാടി പിടിക്കും. അമാവാസി ദിവസമാണ്. അമാവാസി എന്ന് പറഞ്ഞാല് ചന്ദ്രൻ ഇല്ലാത്ത ദിവസം. ഇരുട്ട്, കൂരാക്കൂരിട്ട് നക്ഷത്രം മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒരു ചന്ദ്രന്റെ ലൈറ്റോ ഒന്നുമില്ല. മേഘങ്ങളോ കാർമേഘമോ ഒന്നും, ആകാശമൊന്നും കാണില്ല. പിന്നെ ഈ മേലുള്ള ഈ പാലം. അപ്പൊ നല്ല ദിവസത്തിലാണ് നമ്മൾ വന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ വന്ന ദിവസം നല്ല ദിവസമാണ് അല്ലേ? നല്ല ത്രില്ല് എനിക്ക് അത്ര പോരാ. നമുക്ക് എന്തായാലും വൃത്തിയാക്കിട്ട് കയറിയാലേ അതിനകത്ത് കേറാം. സമയം 11 കാലായി. ഇപ്പൊ 12 മണി തൊട്ടിട്ട് 3 മണി വരെയാണ് ഇവരെ ടൈം. അതൊന്നും എനിക്കറിയില്ല. നമുക്ക് കൈയും കാലും കഴുകി കേറാണോ വേഗം? 3 മണി വരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാ, ഉറങ്ങാണ്ട്. ഞാൻ ഉറങ്ങരുത്, 3 മണി വരെ ഉറങ്ങരുത്. എന്തായാലും ഉറങ്ങാൻ പറ്റുന്ന തോന്നണില്ല. അല്ല, ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാൻ പറ്റൂല. ഉറങ്ങാതെ വെയിറ്റ് ചെയ്ത് നിക്കണം, ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കാം. എന്നിട്ട് ഒരു 3 മണി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം അല്ലേ? അവരോട് പറഞ്ഞേക്ക്, ഒരു 3 മണി വരെ ഉറങ്ങാണ്ട് ഹാമക്കിൽ ചാരി ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് കാണണല്ലോ. എന്ന് പറഞ്ഞാല് മനുഷ്യനെക്കാട്ടി എന്തായാലും പവർ ഉണ്ടാവില്ലല്ലോ അവർക്ക് അല്ലേ? അത്രേ ഉള്ളൂ. അഥവാ എന്തെങ്കിലും പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണ്ട, ഇപ്പൊ ഓടാ, അതിന്റെ പാട്ടിന് ഓടാന്ന് പറയാം. അത്രേ ഉള്ളൂ. എന്തായാലും നോക്കാം. ഒരു വാഷ് ചെയ്തല്ലേ? ഞാൻ പാത്രം തട്ടാണ്ടിരിക്കുന്ന ഒരു കാലപ്പുറം വെച്ചാ നോക്കും, ആടെ കൊണ്ട് നോക്കി പോട്ടോ. ഇനി എനിക്ക് ഇതിന്റെ മേളിൽ കേറുന്ന വരെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടല്ല, എനിക്ക് ഇതിന് മേളിൽ കയറി കിടക്കുന്നവരെ ഒരു അങ്ങനെ. ഞാനൊന്ന് കയറി നോക്കട്ടാ. ഈ ലൈറ്റ് നോടി, സൂക്ഷിച്ച് കയറണേ. ഇറങ്ങുന്നേരം കെട്ടുപോകുന്നില്ലല്ലോ. ഇല്ല, അതൊന്നും പോകില്ല. ഇറങ്ങുമ്പോ ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. ഹായ്, അടിപൊളി. എന്റെ പൊന്നെ, സെറ്റപ്പ്. ലൈറ്റ് ഇങ്ങനെ. കേറിക്കോ. ഞാനിപ്പോഴൊന്നും ഉറങ്ങൂല. ഞാനും ഉറങ്ങൂല. ഞാൻ 2-3 മണി ഉണ്ടല്ലോ. 3 മണിക്ക് ശേഷം എനിക്ക് ഉറപ്പ് വരും. എന്താണെന്നറിയാം, 3 മണി വരെയാണ് ഈ നെഗറ്റീവ് എനർജികളുടെ ടൈം. ശരി, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള അറിവില്ല, ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോ ഈ ഉറങ്ങുമ്പോ സ്വപ്നത്തിൽ വന്നിട്ടാണ് ഇറങ്ങാറാക്കുക. സ്വപ്നത്തിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ എനർജി നമ്മളെ ഇറങ്ങാറാക്കാം. ഫിസിക്കലായിട്ട് വന്നിട്ട് എന്തായാലും അവരൊന്നും ചെയ്യില്ല.
ഇപ്പൊ സ്വപ്നത്തിൽ ഒന്ന് ഇറങ്ങാറാക്കുവോ? അത് ഉറപ്പാ. ഇതാ ഉറങ്ങിയോ? ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ആരാ ലൈറ്റ് ഓഫ് ആക്കിയേ? അത് ഞാൻ ഓഫാക്കിയതാ. അതെ, ഇത്ര നേരം കുറേ നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക സംഭവിക്കുമെന്ന് നോക്കാണ്ടിരിക്കും. പക്ഷേ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കി, അങ്ങനെയെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ നോക്കണ്ടിട്ട്. ലൈറ്റ് ഓഫ് ആക്കണ്ടായിരുന്നടാ. വേണ്ട, അങ്ങനെ ഇരുന്നട്ടെ. ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് മതി. ഈ ചെറിയ ലൈറ്റ് ഉണ്ടല്ലോ. നിങ്ങൾ കിടന്നോ, ധൈര്യത്തിൽ കിടന്നോ. പേടിയായിട്ടല്ല, എന്നാലും ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലടാ. അത് കുഴപ്പമില്ല, ധൈര്യത്തിൽ കിടന്നു. എന്തൊക്കെയാ കറിയുണ്ടല്ലോടാ? അത് മരപ്പട്ടി. മരപ്പട്ടിയാണേ. ഈ മരത്തിൻ്റെ മേലെ അപ്പോൾ 12:45 മണിയായി. പിന്നെ അവൻ ആ ലൈറ്റൊക്കെ ഓഫാക്കി. കുഴപ്പമില്ല അല്ലേ? ഓ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Oi. 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 എണീറ്റോ? സമയം എന്തായി? 6 മണി. ഓ, കഴിക്കല്ലേ? അതെ. രണ്ടു ദിവസം കൂടെ അങ്ങ് നിൽക്കായിരുന്നടാ. നല്ല സുഖം ഉണ്ടായിരുന്നു അല്ലേ? നല്ല അടിപൊളി തണുപ്പുള്ള വെള്ളാട്ടാ, ശുദ്ധമായ വെള്ളം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ സുമതി വളവിൽ വന്ന് കിടന്നു. ഒരു സാധനവുമില്ല ഇവിടെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ പ്രകൃതിയുടെ ഒരു സൗണ്ടും മൊത്തത്തിൽ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീല് വരും. അല്ലാണ്ട് ഇന്നലെ പ്രത്യേകിച്ചൊരു സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ പക്ഷികളും വാവലും മരപ്പട്ടിയും ഈ കുരങ്ങനും ഗീരി എല്ലാം കൂടി കരച്ചിലും ബഹളമൊക്കെ ആകുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും. രണ്ടാളുണ്ടായതുകൊണ്ട് ആ ഒരു പേടി എനിക്ക് വന്നില്ല. അതിപ്പോൾ ആരൊറ്റയ്ക്ക് വന്നാലും ആ ഒരു ഫീലിംഗ് വരും കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്തായാലും സുമതി വളവിൽ കിടക്കണം എന്ന് പറഞ്ഞ കാര്യം എന്തായാലും നമ്മൾ സാധിച്ചു. പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഒന്നും ഒരു സംഗതി ഇല്ല. പക്ഷെ നമ്മളെ തോന്നലാണേ. പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾക്ക് കിടക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ഈ സൗണ്ടുകൾ ഭയങ്കര സൗണ്ടാണ്. പിന്നെ അതുപോലത്തെ ഒരു ഏരിയ അല്ലേ. എന്തായാലും നമ്മൾ ഇവിടുന്ന് അതൊക്കെ വിടാനുള്ള പരിപാടിയാണ്. ആൾ മേലോട്ട് പോയി. എന്തായാലും നമ്മുടെ ലൈറ്റൊക്കെ എടുത്ത് നോക്കാം അല്ലേ. മേളിൽ കയറി ഇതാക്കടാ.
ഇവിടെ നിന്ന് പരിക്കണ്ടേ. ഓ ഇനി അങ്ങോട്ട് നടക്കണടാ, ഇനി അങ്ങോട്ട് നടക്കണം. ഇനി അങ്ങോട്ടാടാ പോണ്ടി. ഞാൻ അങ്ങോട്ട് നടക്കണ്ടല്ലേ, ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ എന്നാ നമ്മുടെ പ്രേക്ഷകരോട് ഇന്നലത്തെ അനുഭവങ്ങൾ എന്താണ്? ഇന്നത്തെ അനുഭവങ്ങള് എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിളാണ്. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹൊറർ തന്നെയായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ ഉണ്ട് കേട്ടാ. എന്താ പറഞ്ഞാല് പല ശബ്ദങ്ങളും വരികയാണ്. ഒരു മൂളിച്ച പോലത്തെ ഒരു ശബ്ദം, കരച്ചില്, ഒരു കരച്ചില് പോലെ. കരച്ചില് മനുഷ്യന്മാര് കരയണതല്ല, എന്തോ പക്ഷികളാണ്. അതിപ്പം പറയുമ്പോഴാണ് ഞാൻ എന്റെ മനസ്സിനെ അത് അങ്ങനെ ആക്കി കൊണ്ടുവന്ന കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പേടിച്ചേനെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒറ്റയ്ക്കൊരാൾ വന്നാൽ ഇവിടെ കിടക്കാൻ പറ്റും. ഒരാൾ വന്നു കഴിഞ്ഞാല് റിയൽ ആയിട്ട് പറയും, ഒറ്റയ്ക്കൊരാൾ വന്നാൽ ഒരാൾ വന്നു കഴിഞ്ഞാല് ബോധം കെട്ട് വീഴാനല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല. അത് കിടക്കൂല. ആ അതാണ് പരിസരത്തുള്ള ആള് പോലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിടക്കൂല, അത് ഉറപ്പാ. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ചെറിയൊരു മനക്കെട്ടെങ്കിലും വേണം. ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ അല്ലെ. സൗണ്ടുകളായാലും പ്രകൃതിയുടേതായാലും പകല് നല്ല ഭംഗിയാ, പക്ഷെ രാത്രി നേരെ ഓപ്പോസിറ്റാണ്. രാത്രി പകല് പക്ഷികളുടെ സൗണ്ടും നല്ലൊരു കുളിർമയായിരുന്ന സൗണ്ട്. ഇപ്പൊ നിങ്ങള് രാത്രി ഇവിടുന്ന് വെളിയിലേക്ക് പോയി എന്തെങ്കിലും ആവശ്യത്തിന് പോയി തിരിച്ച് ആ സ്പോട്ടിലേക്ക് പോകണല്ലോ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും. ഇവിടെ വന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അങ്ങ് കൂടി നിൽക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടുന്ന് ഔട്ടായിട്ട് പിന്നെ ഉള്ളിലേക്ക് വരല് പാടാം, മനസ്സിന് ആ ധൈര്യം ഉണ്ടാവില്ല. ധൈര്യം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അല്ലേ. അപ്പൊ നിങ്ങളെ സ്ഥലം കണ്ടിട്ട് എന്താണുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ, കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പൊ വിടാം അല്ലേ. അപ്പൊ എന്നാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. കോട്ടെ കയ്യൊന്നും തന്നിട്ട് പോലെ വിടാ. ഓക്കെ, ഇതിലല്ലേ ഇല്ല വന്നത്. ഈ വെള്ളം ചെടി വൈകുന്നേരം വന്നത് പിന്നെ ഓർമ്മയില്ല. ക്യാമറ എടുക്കണ്ടേ? ക്യാമറ എടുക്കണം, ഒരു സിനിമാറ്റിക് ഇതായിക്കോട്ടെ. ഓക്കെ എന്നാ വാ.